പീഡന പരാതികളുടെ പരമ്പരയുണ്ടായിട്ടും MLA സ്ഥാനം രാജിവെക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടപടി അപമാനകരമാണെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. പീഡനത്തിന് വിധേയരായവർ കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടാത്ത കോൺഗ്രസ് നേതൃത്വവും പ്രതിക്കൂട്ടിലാണ്. പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്ത് യോജിച്ച നിലപാടല്ല സ്വീകരിച്ചതെന്നും TP രാമകൃഷ്ണൻ. മഹേഷ് ചന്ദ്രനുണ്ട് വിവരങ്ങളുമായി. മഹേഷ്, പ്രതിപക്ഷം കടുപ്പിക്കുകയാണ് LDF അടക്കമുള്ള നേതാക്കൾ. ഇന്ന് ഗോവിന്ദമാഷിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ഇതേ ആവശ്യം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ TP രാമകൃഷ്ണനും ആ നിലപാടിൽ വരുന്നു. കോൺഗ്രസിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഈ രാഹുലിന് എതിരെ ഉണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. വിവരങ്ങൾ അഖില, MLA സ്ഥാനം രാജിവെക്കുക, അത്തരം കാര്യങ്ങൾ അതായത് പാർട്ടികളുടെ ആഭ്യന്തര ഒരു കാര്യമായിട്ട് കണക്കാക്കുന്ന നിലയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ സ്വീകരിക്കുന്നത്. അത് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും. പക്ഷേ ഇക്കാര്യത്തിൽ പീഡന പരാതികളുടെ പരമ്പര ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും MLA സ്ഥാനം രാജിവെക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടപടി ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമാണെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞത്. പീഡനത്തിന് വിധേയരായ പെൺകുട്ടികൾ കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധയിൽ ഇത്തരം പ്രശ്നങ്ങൾ പെടുത്തിയതാണ്. അവരിടപെടാതെ മാറി നിന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാണെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. രക്ഷിതാവ് എന്ന നിലയിൽ പ്രശ്നത്തിൽ ഇടപെടാമെന്ന് പരാതിക്കാരോട് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ സ്ഥാനത്തിന് ചോദിച്ച നിലപാടില്ല സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഏതൊരാൾക്കും സുരക്ഷിതമായി കാണാനും പരാതി പറയാനും പറ്റാവുന്ന സ്വഭാവ പ്രത്യേകതകൾ, സ്വഭാവവിശേഷങ്ങളാണ് ജനപ്രതിനിധികൾക്ക് അനിവാര്യമായത്. ഇതിന് വേറെ വ്യത്യസ്തമായ സ്വഭാവമാണ് രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നത് വ്യക്തമാണെന്ന് TP രാമകൃഷ്ണൻ പറയുന്നു. ഇത് ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതുപോലെ ഉള്ള സ്വഭാവമുള്ള ഒരാളെ MLA ആയി നിലനിർത്തുന്ന കേരളത്തിന് അപമാനകരമാണെന്നും TP രാമകൃഷ്ണൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. അതില പീഡനത്തിന് വിധേയരായവർ കോൺഗ്രസ് നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടാത്ത കോൺഗ്രസ് നേതൃത്വവും പ്രതിക്കൂട്ടിലാണെന്നാണ് ഇപ്പോൾ TP രാമകൃഷ്ണൻ അടക്കം വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മഹേഷ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.